മഹാരാഷ്ട്രയിലെ 288 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. പലയിടത്തും മഹായുതി സഖ്യം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. നാഗ്പൂർ, വിദർഭ മേഖലകളിൽ BJP വലിയ വിജയമാണ് നേടുന്നത്. മഹായുതി ഇവിടെ 200 കടന്നു കഴിഞ്ഞു. പലയിടത്തും കോൺഗ്രസ് സഖ്യം തകർന്നടിയുന്ന സ്ഥിതിയാണ്. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇന്ത്യയുടെ വലിയ മുന്നേറ്റം അപ്പാടെ തകർന്നടിയുകയാണ് NDA സഖ്യവും, അല്ലേ? മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതിന് സമാനമായൊരു മുന്നേറ്റമാണ് BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിനുണ്ടായിട്ടുള്ളത്. 288 സീറ്റുകളുടെ ഫലം പുറത്തു വരുമ്പോൾ 218, അതായത് 200 കടന്നുകൊണ്ട് 218 സീറ്റുകളിലേക്കാണ് BJPയും ശിവസേനയും NCPയും ഉൾപ്പെടുന്ന മഹായുതി സഖ്യം എത്തി നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സഖ്യം തകർന്നടിഞ്ഞു എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് താഴെത്തട്ടിൽ നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നിട്ടുള്ള ഈ ഫലം വ്യക്തമാക്കുന്നത്. 127 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി മഹാരാഷ്ട്രയുടെ മണ്ണിൽ BJPയാണ്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 54, NCP അജിത് പവാർ വിഭാഗത്തിന് 37 സീറ്റുകളും നേടാൻ സാധിച്ചു. അങ്ങനെ ഇത്തരത്തിൽ മഹായുതി 218 എത്തിയപ്പോൾ കോൺഗ്രസിന് കേവലം 31 സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കാൻ സാധിച്ചത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 9 സീറ്റിലും NCP ശരത് പവാർ വിഭാഗം 7 സീറ്റിലുമാണ് അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചത്. അതായത് അവിടെ ശിവസേനയിൽ ഉദ്ധവ് വിഭാഗവും NCPയിൽ ശരത് പവാർ വിഭാഗവും അപ്രസക്തമാകുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനുള്ള ജനപിന്തുണ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്കും എത്തി എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അവിടേക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, മഹാരാഷ്ട്രയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയും BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം മികച്ച മുന്നേറ്റം ഉണ്ടാക്കുകയും കോൺഗ്രസ് സഖ്യം തകർന്നടിയുകയും ചെയ്തത്. മഹായുതി സഖ്യം മഹാവിജയം സ്വന്തമാക്കുമ്പോൾ ഇന്ത്യ സഖ്യം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.